പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ നക്ഷത്ര ജാതകരെ ആട്ടി ഓടിച്ചവർ കൈതട്ടി വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഈ നക്ഷത്ര ജാതകർ നിസ്സാരക്കാരല്ല. കാരണം ഇവരുടെ ജീവിതത്തിൽ ഇനി മാറ്റങ്ങളുടെ തുടക്കമാണ്. ആരൊക്കെയാണ് ഈ നക്ഷത്ര ജാതകരെന്നും അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം. മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് സുഖ അനുഭവങ്ങൾക്ക് ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവം വന്നു തുടങ്ങുകയാണ് ഇന്നു മുതൽ. ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ചില അനുകൂല നടപടികളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കള്ളന്മാരുടെയും അഗ്നിയുടെയും ഉപദ്രവത്തിൽ നിന്ന് മോചനം ഉണ്ടാകും. മനോവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സംസാരത്തിൽ പക്വതയും മിതത്വവും പാലിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ബന്ധുജന സഹായം ലഭിക്കും. സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകൾക്ക് ഫലം കാണും. വീഴാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. ദോഷ നിവാരണാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ കദളിപ്പഴവും പാൽപ്പായസവും നിവേദിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മനസ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും. ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ അലച്ചിലും ബുദ്ധിമുട്ടും വളരെ കുറവായിരിക്കും. സ്ഥാനക്കയറ്റവും ആദരവും ലഭിക്കും. കലഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. പ്രായോഗിക ബുദ്ധി പ്രകടമാക്കുന്നതിലൂടെ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും. ശത്രുക്കൾ ശക്തി പ്രാപിക്കുമെങ്കിലും വലിയ ശല്യങ്ങൾ ഉണ്ടാകില്ല. ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകും. ഭൂമിയുടെ കച്ചവടം നടക്കും. കുൽസിത മാർഗത്തിലൂടെ ധനനഷ്ടം ഉണ്ടാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ശാന്തി ദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷമായിരിക്കും ഇന്നു മുതൽ ലഭിക്കുക. അപ്രതീക്ഷിത ധനനേട്ടങ്ങൾക്കും ഇടയുണ്ട്. അന്യന്മാരിൽ നിന്ന് ചതിവ് പറ്റാൻ സാധ്യതയുള്ളതുകൊണ്ട് അപരിചിതരുമായിട്ട് ഇടപഴകാതിരിക്കുക. നേത്രരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. പല പ്രകാരത്തിലുള്ള അനർത്ഥങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കുക. അനാവശ്യ ചിലവുകൾ കുറവായിരിക്കും. വാക്കുദോഷം പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിൽ മാന്യത പുലർത്തണം. ബന്ധുജനങ്ങളുമായി കലഹത്തിന് ഇടയുണ്ട്. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അവിചാരിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാനാകും. ദോഷപരിഹാരാർത്ഥം ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4 പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. ധനനേട്ടങ്ങൾക്ക് ഇടയുണ്ട്. കലഹം മൂലം ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ
അതിൻ്റെ മറ നീങ്ങിത്തുടങ്ങുന്ന ദിവസങ്ങളാണ് ഇന്നു മുതൽ. തടസ്സങ്ങൾ ഉണ്ടായവർക്ക് ഇനി അങ്ങോട്ട് സുഖ അനുഭവങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാതരോഗം കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് ചതിവ് പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും മറ്റും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വഴിയാത്രകൾ കൂടുതലായിട്ട് വേണ്ടിവരും. ജന്തുക്കളുടെ ഉപദ്രവം ഏൽക്കാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. മരണതുല്യമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈ സമയത്ത് ഇവർ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഇന്നു മുതൽ ഇവർക്ക് നേടാനായിട്ട് സാധിക്കും. ഇനി അടുത്ത രാശിക്കാർ ധനുക്കൂറുകാരാണ്. ധനുക്കൂറിൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധിയും വീട്ടിൽ സ്വസ്ഥതയും വർദ്ധിച്ചു തുടങ്ങും. കർമ്മരംഗം സമ്മിശ്ര ഫലമായിട്ടാണ് കാണുന്നത്. കാര്യതടസ്സങ്ങളും കലഹഭയങ്ങളും എപ്പോഴും ഉണ്ടാകുമെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. ഇതിൽ ഒരു മാറ്റം ഉണ്ടാകും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ധനുക്കൂറിലെ നക്ഷത്രജാതകരുടെ സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ചിലവുകൾ കുറഞ്ഞു തുടങ്ങും. മനസ്സന്തോഷം ലഭിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എല്ലാത്തിലും സംശയം മുന്നിട്ട് നിൽക്കുന്നത് ഒന്ന് മാറ്റണം. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാനാകും. ആരോഗ്യം മെച്ചമാകും. നാൽക്കാലി വളർത്തലും അവയുടെ കച്ചവടവും ലാഭത്തിൽ ആകും. കടങ്ങൾ കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും. മറ്റ് കച്ചവടങ്ങൾക്കൊക്കെ മന്ദത ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകരക്കൂറിൽ ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധന അഭിവൃദ്ധി ഉണ്ടാകും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ശരീരത്തിന് ചടവും അലസതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. പുതിയ വീടിനായിട്ട് ശ്രമിക്കാം. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. കലഹങ്ങൾ മാറിത്തുടങ്ങും. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഉപാസനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. മക്കൾക്ക് തുല്യവരായവരുടെ രോഗാരിഷ്ടതകളിൽ ആശങ്ക ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകളിൽ നിന്ന് ആശങ്ക ഉണ്ടാകുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. അവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. തൊഴിൽ രംഗം തീരെ മോശമല്ലാതെ മുന്നോട്ട് പോകും. സഹോദരങ്ങളുടെ പെരുമാറ്റത്തിൽ വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ അലസത കുറയ്ക്കണം. കലാകാരന്മാരെ മികച്ച അവസരങ്ങൾ തേടിയെത്തും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭദ്രകാളിക്ക് കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കുംഭക്കൂറിൽ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. പല വിധത്തിലുള്ള രോഗാരിഷ്ടതകളും ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവായി തുടങ്ങും. ഈശ്വരാധീനത്താൽ അവ തരണം ചെയ്യാനും സാധിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പനി, അർശോരോഗം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. കലഹഭയം വിട്ടൊഴിയും. സ്ഥാനക്കയറ്റം ലഭിക്കും. ബന്ധുജനങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. ഉപാസനകൾക്ക് മുടക്കം വരാതെ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. സ്വജനങ്ങളുടെ വേർപാട് വിഷമത്തിലാഴ്ത്തും. ബന്ധുജനങ്ങളിൽ ചിലർ ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇവർ ദോഷപരിഹാരത്തിന് ശിവങ്കൽ പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി മീനക്കൂറിൽ പൂരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. അലച്ചിലും ബുദ്ധിമുട്ടുകളും കുറഞ്ഞു തുടങ്ങും. മനസ്വസ്ഥത വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ധനനഷ്ടവും അധിക ചിലവും സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ബന്ധുജനങ്ങൾക്കുള്ള ആപത്തുകൾ വിട്ടൊഴിയും. മക്കളെ കൊണ്ട് സന്തോഷം ഉണ്ടാകും.
സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായിട്ടും മറ്റും കലഹിക്കേണ്ട സാഹചര്യങ്ങൾ കൂടി കാണുന്നു. ഇവർ ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് നെയ്വിളക്ക് കത്തിച്ച് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.